നമസ്കാരം, ഇറ്റ്സ് മീ വിജിത. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിജിതാസ് വൈബ്രന്റ് വിഷൻസ്. നമ്മളുടെ രാമായണ മാസം തുടങ്ങിയിട്ട് എനിക്ക് 22ാമത്തെ ദിവസമായില്ലേ. അപ്പൊ എല്ലാവരും കഥ കേൾക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നതാവും. ഒട്ടും വൈകിപ്പിക്കുന്നില്ല, നേരെ കഥയിലോട്ട് തന്നെ നമുക്ക് പോവാം. നമ്മൾ ഇന്നലെ എവിടെയാണ് കഥ പറഞ്ഞു നിർത്തിയത്? ഹനുമാൻ അശോകവനത്തിൽ സീതാദേവി ഇരിക്കുന്നത് കണ്ടിട്ട് ഈ ഇരിക്കുന്ന സ്ത്രീ തന്നെയാണ് സീതാദേവി എന്ന് കൺഫേം ആക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞു രൂപത്തിൽ ഒരു മരച്ചില്ലയിൽ ഇരിക്കുന്നതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇല്ലേ. എന്നിട്ട് എന്ത് സംഭവിക്കുകയാണ്? ഹനുമാൻ അവിടെ ഇങ്ങനെ ആ കുഞ്ഞു രൂപത്തിൽ ഒരു മരത്തിന്റെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് സീതാദേവിക്ക് എന്തൊക്കെയാ സംഭവിക്കുന്നത്, സീതാദേവി എന്തൊക്കെയാ ചെയ്യണത്, ആരോടൊക്കെയാ സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പണ്ട് 10 തലകളും 20 കൈകളും ആയിട്ട് മേലിൽ നിറച്ച് സ്വർണ്ണ ആഭരണങ്ങളുമായിട്ട് കറുത്ത വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഒരാളിങ്ങനെ നടന്നു വരുന്നു സീതേന്റെ അടുത്തേക്ക്. കൂടെ കുറെ അകമ്പടികളും പട്ടാളക്കാരും ദൂതന്മാരും അങ്ങനെ കുറെ പേരുണ്ട് ബാക്കില്. അത് വരുന്നത് ആരാണ്? രാവണനാണ്. കുറെ സേനാനായകന്മാരൊക്കെ പിന്നാലുണ്ട്. ഒപ്പം ഒരു സുന്ദരിയായിട്ടുള്ള പട്ടുവസ്ത്രം ധരിച്ച ആഭരണങ്ങളൊക്കെ ധരിച്ച ഒരു സ്ത്രീയും ഉണ്ട്. അതാണ് രാവണന്റെ പത്നി മണ്ഡോദരി. അപ്പൊ രാവണനും രാവണന്റെ പത്നിയും കുറെ സേനാനായകന്മാരും ഒക്കെ കൂടി സീതാദേവിനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. ഇതിങ്ങനെ രാവണൻ സീതാദേവിയുടെ അടുത്തേക്ക് വരുമ്പോൾ രാവണനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മണ്ഡോദരി ആയിട്ടുള്ള രാവണന്റെ പത്നി വരുന്നത്. പക്ഷെ രാവണൻ എന്തൊക്കെ മണ്ഡോദരി പറയുന്നത് കേട്ടിട്ടും പിന്തിരിയുന്നേ ഇല്ല. അങ്ങനെ സീതേനോട് വന്നിട്ട് കുറെ ഇങ്ങനെ പഞ്ചാരവാക്കൊക്കെ സീതേനോട് പറഞ്ഞിട്ട് ഭയങ്കര പ്രണയാഭ്യർത്ഥന നടത്തുകയാണ് രാവണൻ സീതേന്റെ മുന്നിൽ. സീതാദേവിക്ക് ഉണ്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും തോന്നണോ? സീതാദേവിക്ക് എപ്പോഴും ഭഗവാൻ ശ്രീരാമന്റെ ചിന്ത മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പ്രണയാഭ്യർത്ഥന നടത്തി 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 രാവണന്റെ ശല്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ സീതാദേവി എന്ത് ചെയ്തു? എടുത്തിരിക്കുന്ന ഒരു പുല്ല് പറിച്ചു. ആ പുല്ല് പറിച്ചിട്ട് അവിടെ താഴേക്ക് ഇങ്ങനെ ഇട്ടു. ഏത് ത്രിലോകാധിപതിയായിട്ടുള്ള രാവണനായാലും എനിക്ക് ഈ തൃണത്തിന് സമാനമാണ്, അതായത് ഈ പുല്ലിന് സമാനമാണ് എനിക്ക്. എൻ്റെ മുന്നിൽ ദൈവം എന്ന് പറയുന്നത് എൻ്റെ പതിയായിട്ടുള്ള ശ്രീരാമൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സീതാദേവി പറഞ്ഞു. ആ സമയത്ത് രാവണൻ പറഞ്ഞു, അങ്ങനെ അത്ര ശക്തിശാലിയാണ് രാമൻ എന്നൊക്കെ നീ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രാമൻ ജീവനോടുള്ളപ്പോഴല്ലേ ഞാൻ നിന്നെ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് വന്നത്, എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് രാമൻ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ തർക്കിച്ച് രാവണൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീതാദേവി പറഞ്ഞു, അതിന് രാമൻ ഇല്ലാത്ത സമയത്ത് ഹോമം നടക്കുമ്പോൾ ഒരു നായ വന്നിട്ട് ഹവിസ് എടുത്തിട്ട് പോകുന്നത് പോലെ അവിടെ ആളില്ലാത്ത സമയത്ത് വന്നിട്ട് ശ്രീരാമൻ ഇല്ലാത്ത സമയത്തല്ലേ നീ വന്ന് എന്നെ ഇങ്ങോട്ട് അപഹരിച്ചു കൊണ്ടുവന്നത് രാവണ. അത് നീ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിഞ്ഞോളും എന്താണ് ശ്രീരാമന്റെ യഥാർത്ഥ ശക്തി എന്ന്. രാമബാണം നിന്റെ ശരീരത്തിൽ തറച്ച് ആ വേദന അനുഭവിക്കുമ്പോഴേ എന്താണ് ശ്രീരാമന്റെ ശക്തി എന്നുള്ളത് നിനക്ക് മനസ്സിലാവുള്ളൂ എന്ന് സീതാദേവി പറയണം. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് രാവണന് ദോഷം വന്നിട്ട് എന്ത് ചെയ്തു അറിയോ? വാളങ്ങോട്ട് ചന്ദ്രഹാസം അങ്ങോട്ട് പൊക്കി ആ വാളിട്ട് വെക്കുന്ന ഉറയുന്ന ചന്ദ്രഹാസം അങ്ങോട്ട് പൊക്കിയിട്ട് സീതാദേവിനെ ഇങ്ങനെ വെട്ടാൻ പോയി. അപ്പോഴീ കരഞ്ഞുകൊണ്ട് കൈ പിടിച്ച് മാറ്റിയാണ് രാവണന്റെ പത്നിയായിട്ടുള്ള മണ്ഡോദരി. സീതാദേവിക്ക് ഒന്നും ചെയ്യരുത്, ദേവിക്ക് എന്തെങ്കിലും അപായം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അങ്ങയുടെ മാത്രമല്ല നമ്മളുടെ കുലത്തിന് മുഴുവൻ ദോഷാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മണ്ഡോദരി നല്ല കാര്യങ്ങൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ രാവണനുണ്ടോ അതൊക്കെ തലയിൽ കയറണോ? രാവണനപ്പൊ സീതേനെ ഭാര്യയായിട്ട് കിട്ടണം എന്നുള്ളത് മാത്രമേ ഒരു ആഗ്രഹമുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. അപ്പൊ അങ്ങനെ മണ്ഡോദരിയുടെ അഭ്യർത്ഥന പ്രകാരം ആ വാളൊക്കെ എടുത്ത് രാവണൻ തിരിച്ചുറയിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് സീതാദേവിക്ക് കാവലായിട്ട് സീതാദേവിനെ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് രാവണനെ കല്യാണം കഴിക്കാൻ നിർബന്ധിതയാക്കാൻ വേണ്ടിയിട്ട് കുറെ രാക്ഷസിമാരനെ ചുറ്റും നിർത്തിയിട്ടുണ്ട്. ആ രാക്ഷസിമാരോടൊക്കെ ഇങ്ങനെ രാവണൻ പറയാണ്, ഒന്നില്ലാന്നുണ്ടെങ്കിൽ 2 മാസം നിങ്ങൾക്ക് സമയം തരാം. ആ 2 മാസത്തിന്റെ ഉള്ളിൽ സീത ഇങ്ങോട്ട് വന്ന് ഇനി എന്നെ കല്യാണം കഴിക്കാന്ന് പറയണം. അല്ല 2 മാസം നിങ്ങൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടോ സ്നേഹത്തോടെ പറഞ്ഞിട്ടോ ഉപദേശിച്ചിട്ടോ എങ്ങനെയാ വെച്ചാൽ സീതേനെ നിങ്ങൾ കൺവീൻസ് ചെയ്തിരിക്കണം. 2 മാസം കഴിഞ്ഞിട്ട് ഇവള് എന്നോട് ഉള്ള കല്യാണത്തിന് യെസ് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവളിനെ വധിച്ചിട്ട് എനിക്ക് പ്രഭാത ഭക്ഷണത്തിന് കൊണ്ടുവന്ന് തരുമോ എന്ന് പറയാണ് രാവണൻ. ആ രാവണന്റെ മൃഗീയമായിട്ടുള്ള സ്വഭാവം ഇതൊക്കെ കണ്ടിട്ട് അയ്യോ, അവിടെ ആ രാക്ഷസിമാരുടെ കൂട്ടത്തിൽ ഒരു നല്ല രാക്ഷസി ഉണ്ട്, ത്രിജട എന്ന് പറയുന്ന ആ രാക്ഷസിയുടെ കണ്ണിൽ കൂടെ വെള്ളമൊക്കെ വരികയാണ്. എന്നിട്ട് രാവണൻ അവിടുന്ന് പോയി. ആ പോയപ്പോ രാക്ഷസിമാരിങ്ങനെ സീതാദേവിനെ ഭീഷണിപ്പെടുത്താനൊക്കെ വന്നു. അപ്പൊ ത്രിജട എന്ന് പറയുന്ന ഈ ഒരു രാക്ഷസി മാത്രം ഇത്തിരി മനസ്സിൽ നന്മയുള്ള ഒരു രാക്ഷസിയാണ്. രാവണന്റെ സഹോദരനായിട്ടുള്ള വിഭീഷണന്റെ പുത്രിയാണ്
ത്രിജിഡ എന്ന് പറയുന്ന രാക്ഷസി. ആ ത്രിജിഡ എന്ന് പറയുന്ന രാക്ഷസി മാത്രമാണ് എപ്പോഴും ആ ഒരു അശോകവനത്തിൽ സീതാദേവിക്ക് ഒരു താങ്ങായിട്ട് സംരക്ഷണമായിട്ട് കൂടി ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ത്രിജിഡ എന്ത് പറയാണ്, സീതാദേവിനെ നിങ്ങൾ ഒരുപാട് ഭീഷണിപ്പെടുത്താനും ഉപദ്രവിക്കാനും പോണ്ട, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, അത് ഞാൻ പറഞ്ഞുതരാം. ഐരാവതത്തിന്റെ പുറത്ത് കയറിയിട്ട് ശ്രീരാമനും ലക്ഷ്മണനും കൂടി വന്ന് രാവണനെ വധിച്ച് സീതാദേവി ഇവിടുന്ന് കൊണ്ടുപോവാണ്. എന്നിട്ട് നരകത്തിലെത്തിയിട്ട് രാവണൻ അസ്ഥികൂടത്തിന്റെ മാലയൊക്കെ ധരിച്ച് ചാണകത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവുകയാണ് എന്നുള്ള രീതിയിലൊക്കെ വളരെ വിയേർഡ് ആയിട്ടുള്ള രീതിയിൽ രാവണനെ കുറിച്ച് സ്വപ്നം കണ്ട കാര്യം ത്രിജട പറയുകയാണ്. അതായത് ഈ സ്വപ്നം വരുന്ന സൂചന എന്ന് പറയുന്നത്, ആ സ്വപ്നത്തിന്റെ സൂചന എന്താണെന്ന് നിങ്ങൾക്ക് രാക്ഷസിമാരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? രാവണന്റെ അധപ്പതനം അടുത്ത് കഴിഞ്ഞു, സീതാദേവിയെ കൊണ്ടുപോകാൻ ശ്രീരാമൻ ഇവിടേക്ക് വരും എന്നുള്ള സൂചനയാണ് എൻ്റെ ഈ സ്വപ്നത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഈശ്വരൻ തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ത്രിജിഡ ഇങ്ങനെ ബാക്കി രാക്ഷസിമാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒത്തിരി പേടിയായി. അയ്യോ, ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ സീതാദേവിനെ ഭീഷണിപ്പെടുത്തുന്നത് കുറച്ചൊക്കെ കുറച്ചു. അപ്പം ത്രിജട വന്നിട്ട് എന്ത് ചെയ്യും, സീതാദേവിനെ കുറെയൊക്കെ സമാധാനിപ്പിക്കും. സീതാദേവിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് സങ്കടവും വിഷമവും ഒക്കെ ആവണമുണ്ട്. പക്ഷെ രാമനാമത്തിൽ മാത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സമയത്തും ജീവൻ ഒടുക്കിയാലോ എന്ന് വരെയുള്ള ചിന്തകൾ സീതാദേവിയുടെ മനസ്സിലേക്ക് പോലും വന്നു പോകുന്നുണ്ട്, ദേവിയായിട്ട് പോലും. കാരണം അത്തരം ഒരു സാഹചര്യത്തിലാണല്ലോ ഇരിക്കുന്നത് ദേവി ഇപ്പം. എന്നിട്ടും രാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് മാത്രം ദേവി ഇരിക്കുകയാണ്. ഇതൊക്കെ ആര് കാണുന്നുണ്ട്? ഹനുമാൻ ഒരു ഭാഗത്ത് നിന്ന് കാണുന്നുണ്ട്. ഇനി ഹനുമാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യും, ആരൊക്കെ എന്തെങ്കിലും പറയുമോ, എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നാളത്തെ കഥയിൽ മനസ്സിലാക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു.